ഷാർജയിലെ അതുല്യയുടെ മരണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. അന്വേഷണ സംഘത്തെ ഉടൻ തീരുമാനിക്കും. കരുനാഗപ്പള്ളി ASPയുടെ നേതൃത്വത്തിൽ നിലവിലെ അന്വേഷണം നടക്കുകയാണ്. ജൂലൈ 19 കൊല്ലം തേവലക്കര സ്വദേശി അതുല്യയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഷമീർ അബ്ദുൾ ചേരുന്നു വിവരങ്ങളുമായി. ഷമീർ, അതുല്യയുടെ ഭർത്താവ് സതീഷിനെതിരെ കേസെടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇയാളെ നാട്ടിൽ എത്തിക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കേണ്ടി വരില്ലേ? എന്തൊക്കെയാണ് ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണവുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന വിവരങ്ങൾ? ലക്ഷ്മിപത്മ, ഈ കേസ് രാജ്യത്തിന് പുറത്ത് നടന്ന സംഭവമായതുകൊണ്ട് തന്നെ നിലവിൽ ഇത് അന്വേഷിക്കേണ്ടത് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചാണ്. ഈ സാഹചര്യത്തിലാണ് സർക്കാർ ഇത് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന് ഈ കേസ് കൈമാറിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഈ സതീഷ്, അതായത് അതുല്യയുടെ ഭർത്താവ് സതീഷിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് അടക്കം പോലീസ് പുറപ്പെടുവിച്ചിരുന്നു. ഇനി ഇയാളെ രാജ്യത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നീക്കം. ഇയാളുടെ മൊഴിയെടുക്കേണ്ടതുണ്ട്. വിശദമായ മൊഴിയടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് അന്വേഷണം സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നത്. ഉടൻ തന്നെ സതീഷിനെ നാട്ടിലെത്തിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കാനാണ് ക്രൈംബ്രാഞ്ചിന്റെ നീക്കം. കൂടാതെ ഇവരുടെ മാതാപിതാക്കളുടെ മൊഴിയും വരും ദിവസങ്ങളിൽ സ്വീകരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ലക്ഷ്മി പത്മ.